1.2 നിസാന്റെ എഞ്ചിൻ വരുന്ന വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇത് 1.2 ഇതിനാണ് മാർക്കറ്റ് കൂടുതൽ. ഒന്നുകൂടി പുള്ളിങ് പിക്കപ്പ് ഈ വണ്ടിക്ക് ഉണ്ടാവുക. പിന്നെ മൈലേജ് ആണ് മെയിൻ ഇതിന്. 15ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും മൈലേജ്. ഞാൻ പറഞ്ഞല്ലോ, ആരും വണ്ടി എടുക്കാന്ന് വെച്ചാലും നിങ്ങളെ ചെക്കപ്പ് ചെയ്യുക, നമ്മളെ ഗ്യാരണ്ടി കാര്യങ്ങൾ പറയും, നിങ്ങൾ ചെക്ക് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും സമാധാനമാണ്. ഈ കൊടുക്കുന്ന ഞാൻ മാത്രമല്ല, എടുക്കുന്നവരും ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചെടുക്കണ്ട. അത് അതിൻ്റെതായ മുറ പോലെ ചെക്ക് ചെയ്ത് ഹിസ്റ്ററി എടുത്ത് ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ടൊക്കെ എടുത്താൽ മതി. എല്ലാവർക്കും നമസ്കാരം. ജംഷിക്കാരുടെ കൂടെ സിറ്റി കാസിലാണ് ഇന്നത്തെ വീഡിയോ. രണ്ട് മൂന്ന് മാസമായി ഗ്യാപ്പ് അല്ല? 2-3 മാസത്തിനല്ല, 11 കാത്തുക രാവിലെ സമയം നോക്കിയാൽ വൈകുന്നേരം. ഞാൻ 11 മണി ഞാൻ പറഞ്ഞിട്ടില്ല, 11 മണി 11 വരാം. കോട്ടയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അറിയും. പിന്നെ പറഞ്ഞ് 2:45 വരാറുണ്ട്. പിന്നെ ലേറ്റ് ആയി നമ്മളാണ് വീഡിയോ ചെയ്തിട്ട് 2-2.5 മാസമായി വീഡിയോ ചെയ്തിട്ട്. ചെറിയ വണ്ടികളുണ്ട്, വലിയ വണ്ടികളുണ്ട്. അത്യാവശ്യം വില കുറവിൽ തന്നെയാണ് വണ്ടികളൊക്കെ ഉള്ളത്. മാക്സിമം ലോൺ ചെയ്യാം നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് എന്താ നമ്മൾ കൊടുക്കുന്ന 6 മാസത്തെ ഗ്യാരണ്ടി എന്തായാലും ഉണ്ടാവും. 6 മാസം എഞ്ചിൻ സൈഡും ഗിയർ ബോക്സ് സൈഡും. എഞ്ചിൻ ഗിയർ ബോക്സിന് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് വാറണ്ടിയിൽ എന്തായാലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി വാങ്ങിപ്പോട്ട് ഒരു 1 വീക്കിനകത്തൊക്കെ ബാറ്ററി പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കും. ഒരു ബാറ്ററി ഇപ്പോൾ കൊണ്ട് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ആയില്ല, അങ്ങനത്തെ കേസൊക്കെ മാറ്റി കൊടുക്കും. പിന്നെ ഒരു വണ്ടി കൊണ്ട് 10 ദിവസം മേജർ ഇഷ്യൂ ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചെടുക്കും. 10 ദിവസത്തിന്റെ ഉള്ളിൽ മേജർ ഇഷ്യൂ ഉണ്ടല്ലേ? മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നും നല്ല വണ്ടി വലിയ ആക്സിഡന്റോ അല്ലെങ്കിൽ മേജർ എഞ്ചിൻ സൈഡ് നമ്മൾ പറയാണ്ട് കൊടുക്കുന്നത്. നമ്മൾ പറയാണ്ട് ഇപ്പോൾ ഫ്ലഡ് ഉണ്ട് അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് ഉണ്ട്, നമ്മളിപ്പോ എല്ലാ കാര്യം ചെകഞ്ഞിട്ട് നോക്കുക. ഇപ്പൊ ഈ വന്നപ്പോൾ ചോദിച്ചത് ജംഷിക്ക ഓണ്ടന്റെ സർവീസ് കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് എടുത്തിട്ടാന്നല്ല പറഞ്ഞത്. അതേപോലെ എല്ലാ വണ്ടി ഹിസ്റ്ററി എടുത്ത് നമ്മൾ എടുക്കുക. പിന്നെ ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. ചില വണ്ടികൾ നിർത്തിയിട്ട് ഓരോ കംപ്ലൈന്റ്സ് വരാൻ തുടങ്ങും. ഈ ബോക്സ് വാനിന്റെ വണ്ടികളൊക്കെ ഒരുപാട് നിർത്തി ഇഞ്ചക്ടർ കാര്യങ്ങൾ അങ്ങനെ കംപ്ലൈന്റ്സ്. അതെ, ഓഡി BM അങ്ങനെ സെൻസറിൽ ഓരോന്ന് പോകാൻ തുടങ്ങും. ABS സെൻസറിന് ലൈറ്റ് കത്താൻ തുടങ്ങും. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ചില ബാറ്ററി ഡൗൺ ആവും, ചില ബാറ്ററി നിർത്തി ഓടാണ്ടായി കഴിഞ്ഞാൽ ബാറ്ററിക്ക് 3 വർഷത്തെ ഇതാണ്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് നമ്മളെല്ലാം സർവീസ് എടുത്തെടുക്കണേ. ഇപ്പം എന്തായാലും ഫ്ലഡ് വണ്ടി എന്തായാലും എടുത്തില്ല. ഇപ്പം ആക്സിഡന്റ് മേജർ ആക്സിഡന്റിൽ വണ്ടിയില്ല. പിന്നെ 1-2 പാർട്സുകൾ മാറിയത്, ഒരു ഡോറും മാറുക, അല്ലെങ്കിൽ ഡിക്ക് റീപ്ലേസ് ആവുക, അങ്ങനത്തെ കേസുകളുടെ മേജർ ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് വണ്ടിയെ കൊടുക്കുന്നത് അതിൻ്റെതായ കാര്യങ്ങൾ ആരായാലും എടുക്കുന്നവരും ശ്രദ്ധിക്കണം. ഈ കൊടുക്കുന്ന ഞാൻ മാത്രമല്ല, എടുക്കുന്നവരും ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചെടുക്കണ്ട. അത് അതിൻ്റെതായ മുറ പോലെ ചെക്ക് ചെയ്ത് ഹിസ്റ്ററി എടുത്ത് ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ടൊക്കെ എടുത്താൽ മതി. എല്ലാവരും ഹിസ്റ്ററി നമുക്ക് ഷോറൂമിൽ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. ഇവിടെയുള്ള വണ്ടി ഏതുണ്ടെങ്കിലും ഒരു ഷോറൂമിൽ PDF എടുത്തു കൊടുക്കാം. ഒരു പറഞ്ഞ ഏത് വണ്ടിക്കായാലും ഇവിടെ ഇല്ലാത്ത വണ്ടിയാണ് 1/2 മണിക്കൂർ എടുത്തു കൊടുക്കും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും PDF എടുത്തിട്ടുണ്ട്. ഇല്ലാത്ത വണ്ടി ചില റീരജിസ്ട്രേഷൻ വണ്ടികളുണ്ട്, ചിലപ്പോൾ അതിന്റെ ഹിസ്റ്ററി ഇട്ട് നമ്മൾ കമ്പനി തന്നെ പോകേണ്ടി വരും. അല്ലാത്ത വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എത്ര ഇത് പറഞ്ഞാലും വണ്ടിക്കകത്തുള്ള എടുക്കുന്നവൻ തന്നെ ശ്രദ്ധിച്ചെടുക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ് എടുക്കുക, സെക്കൻഡ് നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക, നല്ലതാവും. എന്നാൽ പിന്നെ കുറെ വള്ളി പിടിക്കണ്ട. ഈ 10 ദിവസം നമ്മൾ ഈ റിട്ടേൺ ഇത് പറയണ്ടല്ലോ, അത് നമ്മളെ മേജർ ഈ 10 ദിവസത്തെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളടുത്ത് പറയുകയാണ് വണ്ടി ആക്സിഡന്റ് അല്ല, നമ്മളിപ്പോൾ ആക്സിഡന്റ് അല്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇത് ഇവർ പോയിട്ട് വേറെ ഒരു നല്ലൊരു അറിയുന്ന ഒരാൾ നോക്കുമ്പോൾ ഇത് ആക്സിഡന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ 100% തിരിച്ചെടുക്കും. 2 ഡോക്യുമെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ കൊടുത്ത വണ്ടിക്ക് ഇപ്പോൾ നമ്മൾ പേര് മാറി കൊടുക്കണം, അതിപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുക്കും. അല്ലാണ്ട് ഇപ്പോൾ ഈ വണ്ടി പോയി, ക്ലച്ച് പോയി തിരിച്ചെടുക്കാൻ പറ്റുമോ? ബ്രേക്ക് പേഡ് പോയി തിരിച്ചെടുക്കാൻ പറ്റുമോ? വൈപ്പർ ഉറക്കിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് വന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നല്ല പറഞ്ഞത്. മേജർ വലിയ ഇഷ്യൂസ് എന്തെങ്കിലും തിരിച്ചെടുക്കാം. ബാക്കിയുള്ള പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ അത് ചിലപ്പോൾ ചെറിയ ചെറിയ കേസുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് മനസ്സിലാക്കുക. മേജർ എന്തുണ്ടെങ്കിലും ഞാൻ തിരിച്ചെടുക്കും. ഇങ്ങനത്തെ ചെറിയ എന്താ കംപ്ലൈന്റ്സ് വന്നാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, ശരിയായി കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. കോഴിക്കോട് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് ഷോറൂം ലൊക്കേഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇരുടാവാനായി വീഡിയോ കിട്ടും. സ്കോഡ റാപ്പിഡ് KL63. സ്കോഡ റാപ്പിഡ് 2019 മോഡലാണ്. 19 മോണ്ടെ കാർലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. മോണ്ടെ കാർലോ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി, ഡീസൽ, ഓട്ടോമാറ്റിക്, 70,000 കിലോമീറ്റർ കൂടി ഫുള്ള് കമ്പനി സർവീസ് പോയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഗുഡ് വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 10-25 2019 മോണ്ടെ കാർലോ 2019 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഡീസൽ വണ്ടി. 10,25,000 ഡീസൽ വണ്ടിയാണ്. മാനുവലാണ്. മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. DSG ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ എഞ്ചിനാണ്. ഒരു 15-16 മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ 18 കിട്ടും. ലോങ്ങിലൊക്കെ 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ടൗണിലൊക്കെ ഒരു 14-15 സിറ്റിക്കകത്ത് കിട്ടും. ലോൺ 8-8 വരെ ലോൺ കിട്ടും. 8 ലക്ഷം വരെ. പ്രൈസ് 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷത്തിന് 8 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. 1.5 ലക്ഷം കണ്ട് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്ടോമാറ്റിക് സെഡാൻ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. ഡീസൽ. അടുത്ത വണ്ടിയിലേക്ക്
MG ഹെക്ടർ ആണ് അടുത്തത്. KL 75 രജിസ്ട്രേഷൻ എവിടെയാ? 2021 വണ്ടി തൃശ്ശൂർ സബ് തൃപ്രയാർ. അതെ 2021 മോഡലാണ്. MG ഹെക്ടർ ഷാർപ്പാണ്. സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വണ്ടി. ഓട്ടോമാറ്റിക്കല്ല, മാനുവലാണ്. മാനുവലാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷത്തിന് 2021 ഷാർപ്പ് മാനുവൽ ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്, മാനുവൽ വാഹനം. പെട്രോളിലാണ്. മൈലേജ് ഒരു 10ന്റെ ഉള്ളിൽ കിട്ടും. 9 to 10. അതെ 8 to 10. 8 to 10 ആ റേഞ്ച് മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. ലോങ്ങിലൊക്കെ അതിലും കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സിറ്റിക്കകത്ത് കിട്ടുള്ളൂ. 7 to 10 കിട്ടും. ഒരു 11 ലക്ഷം ലോൺ വരുമോ? അല്ല, ഫുൾ ലോൺ കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. അല്ല, ഫുൾ ലോൺ. അത് നിങ്ങളുടെ ലോ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 30 സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യാതൊരു അപാകതയില്ല. ഓക്കെ, അടുത്തോണ്ട് പിന്നെ വില കുറച്ച് കൊടുക്കും ചെയ്യാം. ഓക്കെ. ഹോണ്ട ജാസ് ആണ്. KL 53 രജിസ്ട്രേഷൻ വാഹനം. ഹോണ്ട ജാസ് 2016 മോഡൽ. 2016 SB ആണ്. SB ഡീസൽ മാനുവൽ. എസിന്റെ മുകളിൽ SB എന്ന് പറഞ്ഞ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. SB ഡീസൽ മാനുവൽ 1,20,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 120. ഫുള്ള് കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് മങ്ങി കിടക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് മങ്ങലുണ്ട്. വേറെ സീറ്റ് കവർ കാര്യങ്ങൾ സെറ്റ്, റിവേഴ്സ് ക്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബോഡി പാർട്സ് ഒന്നും മാറില്ല. പെട്രോൾ ഡീസലാണ്. 2016 ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 5,25,000 ആണ്. 5,25,000 2016 ഡീസൽ SB ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ, ഒന്നും പറയാനില്ല. മാക്സിമം ലോൺ കയറുള്ളൂ. 4.25 ലോൺ കിട്ടും. ഇന്നോവ ക്രിസ്റ്റ KL 44 രജിസ്ട്രേഷൻ. എങ്ങനെയത്? ഇത് 2016 മോഡലാണ്. 2016 മോഡൽ 2.8 സെഡ് ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ വണ്ടി സെഡ് ഓട്ടോമാറ്റിക്. 1,23,000 കിലോമീറ്റർ ഓടി. 1,23 ഓടി. 1,20 സർവീസ് ചെയ്തു. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് എഫക്റ്റഡും അല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 18,50,000 രൂപയാണ്. കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ്. 18 ലക്ഷം 2016 സെഡ് ഓട്ടോമാറ്റിക്. 1,23,000 കിലോമീറ്റർ ഓടിയ വാഹനം. വണ്ടി നല്ല നീറ്റാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഒരു 16-17 ലക്ഷം വരെ. 16-17 രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കും. KL 85 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ. കൊണ്ടോട്ടിയല്ല, ഫറൂഖ് നമ്മുടെ നാട്ടില്. അറിയാണ്. ഇത് 2014 ആണ്. 2014 V വണ്ടിയാണ്. 2014 V 1.90 ഓടിക്കുന്നത്. 1.90 ജെന്യൂൻ ആണ്. 14 സെഡ് 14 സെറ്റ് ഉണ്ട്. 13 ടൈപ്പ് 4 വന്ന സമയത്ത് സെറ്റ് ഉണ്ട്. പക്ഷെ ഇത് 14 V ആണ്. 1.90 ഓടി. പിന്നെ സെക്കൻഡ് ഓർഡർ അവിടെ ഒന്ന്, ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഓർഡർ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 9.90 ആണ്. 2014 Vക്ക് 9.90. 14 V നിങ്ങൾക്ക് സ്വന്തം. ഇതേ അപേക്ഷിച്ച് 2014 V കേരള വണ്ടിയാണെങ്കിൽ ഒരു 12.25 ചോദിക്കട്ടെ കച്ചവടക്കാര്. G4 അല്ലേ? V ആണ് ഓപ്ഷൻ. അന്നത്തെ ഫുള്ളിന്റെ തൊട്ട് താഴെ ഓപ്ഷനാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, 14 V ഒരു 8 ലക്ഷം വരെ ലോണും കിട്ടും. ഇത് റീ ആയി കഴിഞ്ഞ വിലയാണ്. NOC ഉള്ള വിലയല്ല. ഇവിടെ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള വിലയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവ KL 10 റീ ആയി 2011 G4 ആണ്. 2011 G4 ആണ്. അതൊക്കെ നല്ല നീറ്റാണ്. അതിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറി. ബോണറ്റൊന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഡോറോ ഡിക്ക് ഗ്ലാസോ ഡോർ ഗ്ലാസ് ഒന്നും മാറില്ല. എഞ്ചിൻ റൂം എല്ലാം വൃത്തിയുണ്ട്. ഓടിക്കാൻ നല്ല മെക്കാനിക്കും നല്ല ഗുഡാണ്. 2.34 ഓടിക്കുന്നത്. 2,34,000 ഓടിയ 2011 ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ബോഡി സൈഡ് നോക്കാൻ നല്ല നീറ്റ്. 2 സൈഡ് നല്ല നീറ്റാണ്. വേറെ മേജർ ആക്സിഡന്റോ അപ്രോണ് കട്ടാവുക, ബോണറ്റ് മാറുന്നില്ല. മെയിൻ ഗ്ലാസ് മാറിയിരിക്കുന്നു. എവിടെ കൊണ്ടുപോകണം ചെക്ക് ചെയ്യുക. 5,25,000. 5,25,000 നമ്പർ ആയി കഴിഞ്ഞാണ് കേരള വണ്ടി. ഇനി ഒന്നും ചെയ്യാനില്ല. 5,25,000 ലോൺ. 2013 ശ്രീറാമും TVS-ഉം ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അടുത്ത ഇന്നോവയാണ്. നമ്പർ ആയിട്ടില്ല. NOC എടുത്തിട്ടുണ്ട്. ഫറൂഖിലൊക്കെ NOC എടുത്തു. KL 80 NOC എടുത്തിട്ടുണ്ട്. അത് ഇയറിംഗ് കഴിഞ്ഞാണ്. നമ്പർ പാക്കി കൊടുക്കും. 2013 V. 13 V ആണ്. 2013 V. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. 13 ടൈപ്പ് 4 അല്ലാത്ത ടൈപ്പ് 3 വരുന്ന ഫുൾ ഓപ്ഷൻ. 13 V. ടൈപ്പ് 3 തന്നെയുള്ളത്. ടൈപ്പ് 3 മാറ്റിട്ടൊന്നുമില്ല. ടൈപ്പ് 3 നല്ല കാണാനൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഉണ്ട്. ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ 7,25,000. 7,25,000 2013 V. അതെ, ടൈപ്പ് 3 വാഹനം. അതിവിടെ കേരള നമ്പറിലാണ്. 75 ആക്കിയതിന് ശേഷം NOC ഉള്ള പ്രൈസ് അല്ല, നമ്പർ ആക്കിയതിന് ശേഷമുള്ള പ്രൈസ്. അതിന് വേണമെങ്കിൽ ഒരു 5-5.5 ലോണും കിട്ടില്ല. മഹീന്ദ്ര മെറാസോ KL 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് 2018 മോഡലാണ്. 2018 M4 ആണ്. M2 M4 M6 M8 അതിൽ M4 ആണ്. M4 എന്ന് പറയുമ്പോൾ കമ്പനി സെറ്റ് വരെ വരും. ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും. സെൻട്രൽ AC വരെ ഉണ്ടാവും. 2018 മോഡൽ 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഒരു 8 ലക്ഷം വരെ ലോൺ കിട്ടും. നമ്മൾ ചോദിക്കുന്നത് 8,25,000 ആണ്. 8,25,000 രൂപയ്ക്ക് 7 സീറ്റർ ആണ്. പിന്നെ അന്ന് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം വണ്ടിക്ക് 16 സംതിങ് ആണ് വില. ഇപ്പം 19 ലക്ഷം രൂപ വില വരുന്നുണ്ട്. വണ്ടി ലൈവാണ് കേട്ടോ. മറാസോ
അത്രയേ ഉള്ളൂ. 8.25 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ കേരള വണ്ടി നിങ്ങൾക്ക് സ്വന്തം. വിലയൊക്കെ പിന്നെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കട്ടോ. ഓക്കെ, ഇത് പറയുന്നൊന്നും ഫിക്സഡ് അല്ല, വില വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. ഓക്കെ. ഡ്രൈവറാണ് റെനോ ഡ്രൈവർ KL76 രജിസ്ട്രേഷൻ. KL76 രജിസ്ട്രേഷൻ 2022 മോഡലാണ്. 2022 മോഡൽ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി RXZ ആണ്. RXZ 1060 വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 7 lakh ആണ്. 7 ലക്ഷത്തിന് ഒരു 7 സീറ്റർ വാഹനം, 1 ലിറ്റർ റേഞ്ച് വരുന്ന വാഹനമാണ്. ഏകദേശം ഒരു 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ്. 15 ലെവലിൽ കിട്ടും. ലോങ്ങിലൊക്കെയാണ്, ലോക്കലാണ് 15 വരെ എന്തായാലും കിട്ടും. പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. പിന്നെ ലുക്കുണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. പുഷ്പണ സ്റ്റാർട്ട് വരെ വരുന്നുണ്ട്. അത് മാത്രമല്ല 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. 7 ലക്ഷം ചോദ്യമാണ്. കുറച്ച് തരും. അതിലെ ലോണും 6.5 ലോൺ ഉണ്ട്. 6.5 50,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. ടാറ്റ നാനോ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. നാനോ 2018 മോഡലാണ്. 2018 ഫുൾ ഓപ്ഷൻ XTA പ്ലസ് നിർത്തിയത് ലാസ്റ്റ് 18 നിൽക്കുന്നത്. ലാസ്റ്റ് 18 2018 മോഡൽ ലാസ്റ്റ് വണ്ടി. 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 260. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. 60,000 ഓട്ടോമാറ്റിക് MT അല്ലേ? MT ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് നാനോ. നല്ല സിറ്റി ഡ്രൈവിലൊക്കെ ഇങ്ങനെ ഓടിച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ സിറ്റി ഡ്രൈവിൽ നമ്മൾ കാണുന്ന പോലെ സംഭവം നാനോ നല്ല സ്പേസ്, നല്ല പവർ, കാലൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുക. നമ്മൾ ഈ സാധനം ഐറ്റംസ് എടുത്തില്ലേ, ഇപ്പൊ ഒന്നും എടുത്ത് വിറ്റപ്പോൾ റേസ് ആപ്പ് എടുക്കുകയാണ്. ഞാൻ പണ്ട് നാനോ വന്നപാട് പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ഈ ബ്ലോക്ക് കുടുങ്ങിയാൽ ഓട്ടോറിക്ഷക്കാർക്ക് എടുത്ത് പോകണമെങ്കിൽ മെല്ലെ സൈഡ് കൂടെ മെല്ലെ അങ്ങനെ പോകാനും പറ്റും. നല്ല കംഫർട്ട് കേട്ടോ. നല്ല സുഖമായിട്ട് 6 പൈസക്കുള്ള കംഫർട്ടും ഉണ്ട്, നല്ല സ്പേസും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്പേസ് അല്ല. നാനോ കയറാത്തവരൊന്ന് കയറി വെക്കാം. അത് അത്യാവശ്യം ആള് എൻക്വയറി ഉണ്ട്, വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇതും വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരാള്. പക്ഷെ ആയിട്ടില്ല, വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോറി, കുറച്ച് ഇരുട്ടായി പോയി. വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട് ക്ഷമിക്കണം. ഇന്ത്യൻ എക്സ്റ്റീരിയർ പകലാണ് ഇന്ത്യൻ എക്സ്റ്റീരിയർ കാണിക്കുന്നത്. ആളെ കാണണ്ടല്ലോ, വണ്ടി കാണാനുള്ള അവിടെ പകലത് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് KL1 രജിസ്ട്രേഷനുള്ള നാനോ ആണ്. വൈറ്റ് കളർ. എങ്ങനെ 2016 മോഡല് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി. 2016 ഓട്ടോമാറ്റിക് ആണ്. പിന്നെ 40,000 കിലോമീറ്റർ ഓടിയത്. നേരത്തെ കാണിച്ച 14,000 ഓടിയത്, 40,000 ഓടി വണ്ടി. ഇതും ഫുൾ ഓപ്ഷൻ തന്നെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 2 ലക്ഷം രൂപ. 2 ലക്ഷത്തിന് 2016 ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ ഓടിയ നാനോ ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു ലോൺ കിട്ടോ? ലോൺ ചില ആൾക്കാർ ചില കമ്പനി കൊടുക്കുന്നുണ്ട്, നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നാനോല് ഉറപ്പില്ല, അതുകൊണ്ടാണ്. അല്ല, ചില ആൾക്കാർ അന്വേഷിച്ചപ്പോൾ ചില 1-2 കമ്പനി ഹീറോ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഡിസയറാണ്. KL19 രജിസ്ട്രേഷൻ വാഹനമാണ്. 18 വടകര. 19 എവിടെയാണ് പറയുന്നത്? 19 തിരുവനന്തപുരം സൈഡാണ്. നെയ്യാറ്റിൻ 19 പാറശാല. 19 പാറശാലാണ്. 2017 മോഡൽ ഡിസയർ VDI 1,20,000 കിലോമീറ്റർ ഓടി. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടി. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 ടയർ ഗുഡാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ചോദിക്കുന്ന 5,75. 5,75,000 2017 VDI മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ. ഒരു 5,4 വരെ ലോൺ കിട്ടും. 50,000 കണ്ടാ 50,000 രൂപ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. മൈലേജ് കിങ് ആണ്. മൈലേജ് കിങ് ആണ്. 20 മേളിലോട്ട് പ്ലസ് ആണ്. അത്രയും മൈലേജ് കിട്ടുന്നൊരു കോമ്പാക്ട് സഡാൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ടാറ്റ അൾട്രോസ് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ടാറ്റ അൾട്രോസ് ഏറ്റവും ടോപ്പ് എൻഡ് XZ പ്ലസ് മാനുവൽ പെട്രോൾ 39,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. മോഡൽ 2020. ഇതൊക്കെ ഒരു ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി. ഇത് 5,25,000 രൂപ കൊടുക്കുക. 5.25 ലക്ഷം രൂപയ്ക്ക് 2020 XZ പ്ലസ്. ഇന്നൊരു പുതിയ വണ്ടി വാങ്ങാൻ ഏകദേശം 11 രൂപ മുകളിൽ വരും. നേരെ പകുതി പൈസക്ക്. അത്രയും സേഫ്റ്റി റേറ്റിംഗ് എല്ലാം ഉള്ള വാഹനമാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അത് പറയും. അതാ പറയാം, ഏറ്റവും ടോപ്പ് ഉണ്ട്. XZ പ്ലസ് ഏറ്റവും ടോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ലോണും കിട്ടും. ഫുൾ ലോണും. അതെ, റീപ്ലേസ്മെന്റ് ഇല്ല, കമ്പനി സർവീസ് പോണ്ട്, ഫ്ലഡ് ഇല്ല, നാച്ചുറൽ ആക്സിഡന്റ് ഇല്ല, മൈനർ ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മൂപ്പരടുത്ത് ചോദിച്ചാണ് നാളെ എടുത്താൽ മതിയോന്ന്. പക്ഷെ ഇന്നലെ നാളെ രണ്ടാമത്തോടാണ്. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ എടുക്കുന്നത്. സോറി. KL11 ഹോണ്ട സിറ്റി. KL11 ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് 2014 ലാസ്റ്റ് VX ആണ്. ഡീസലാണ്. 73,000 കിലോമീറ്റർ ഓടി. 3 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. 3 lakhs ഉണ്ട്. GTR അലോയ് വീല് 1,20,000 രൂപ. കോയാസിന് സീറ്റ് കവേഴ്സ് അല്ല, കോയാസ് സീറ്റ് ചെയ്ത കോയ സീറ്റ്. പിന്നെ GTR സ്റ്റിയറിംഗ് വീല്, സബ് ആംബ്, പിന്നെ 40,000 വാല്യൂ ഉള്ള വലിയ ആൻഡ്രോയിഡ് സെറ്റ്, ഫുൾ ബില്ലുണ്ട് കയ്യിൽ. സാധനം മാറ്റി 3 ലക്ഷം റുപ്യ കറക്റ്റ് 3.10 സാധനം ഇതിനകത്തുണ്ട്. 2014 VX ഡീസൽ വണ്ടി ശരിക്കും ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റില്ല. നാളെ ചെയ്യുമ്പോൾ വീഡിയോ സൈലൻസിന്റെ കാര്യമൊക്കെ മാറിയോ? എല്ലാ ഭാഗം വണ്ടി A to Z. ഇപ്പൊ മൈലേജ് മൈലേജ് ഒക്കെ കിട്ടും. മൈലേജ് നമുക്കറിയില്ലോ, സിറ്റിയുടെ കേസ് പറ്റില്ല. മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും. വണ്ടി അബ്ബാര വണ്ടിയാണ്. ഫിറ്റിംഗ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ആൾ നമ്മളെ കൊടുക്കുമ്പോൾ ഫിറ്റിംഗ്സും
വാങ്ങും ഫിറ്റിംഗ്സിലായിരിക്കും. ഇത് നമ്മൾ ഒരു വേറെ ചങ്കിന്റെ വണ്ടിയാണ്, ഇത് കച്ചവട ബേസ് അല്ല. ഒരു BM എടുത്ത് 520 അപ്പൊ എടുത്തപ്പോ കൊടുക്കാച്ച ഇവിടെ വെച്ചാ ഇന്നലെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. സാധാരണ മാർക്കറ്റ് വാല്യൂ നമ്മൾ 2015 വണ്ടി കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുത്തപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചോണ്ട് 84 കോടി വണ്ടി കൊടുത്തപ്പോൾ നമ്മൾ 740 അത് 2015. പക്ഷെ ഇത് 2014. പക്ഷേ ഇത് നമ്മൾ 3 ലക്ഷം ഫിറ്റിംഗ്സ്. ഈ വണ്ടി വന്ന് കണ്ട മോഡൽ നോക്കൂ, ആളെടുക്കും. വില നോക്കണ്ട, അതാണ് പറഞ്ഞത്. നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് മാർക്കറ്റ് അത്രയും വ്യത്യാസം വരുന്നുണ്ട്. 14 ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. നാളെ ഫുള്ള് സറൗണ്ട് വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ വരുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പൊ കാണിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ വണ്ടി സംഭവം വണ്ടിയാണ്. ഇഷ്ടപ്പെടുന്ന ആരും പേര് എന്തായാലും അടുത്ത വണ്ടി പോയാലോ. ലോൺ നമുക്ക് ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരു ബാങ്ക് 5.5 പറഞ്ഞത്, ഒരു ബാങ്ക് 5.5, ഒരാൾ 6 തരാറുണ്ട്. 5.5 എന്തായാലും കൺഫേം ആണ്, അത് ഉറപ്പാണ്. ഒരു 7 സീറ്റർ വാഹനം, ചെറിയ 7 സീറ്റർ വാഹനം, ഡാറ്റ്സൺ കോപ്ലസ് ആണ്. ഡാറ്റ്സൺ കോപ്ലസിൽ 2 ടൈപ്പ് വണ്ടി വരുന്നത്. 1000 cc വണ്ടി ഇറങ്ങുന്നുണ്ട്, 1.2 നിസാന്റെ എഞ്ചിൻ വരുന്ന വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇത് 1.2. ഇതിനാണ് മാർക്കറ്റ് കൂടുതൽ, ഒന്നുകൂടി പുള്ളിങ്ങും പിക്കപ്പ് ഈ വണ്ടിക്ക് ഉണ്ടാവുക. ഇത് 2018 മോഡൽ, 19 ഡെലിവറി, 60,000 കിലോമീറ്റർ കൂടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 3,50,000 രൂപ മാത്രമാണ്. ഒരു 3 ലക്ഷം വരെ ലോണും കിട്ടും. ഒരു ചെറിയ പർപ്പസ് 7 സീറ്റർ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല വണ്ടിയാണ്. 1.2 7 സീറ്റർ എന്ന് വെച്ചാൽ പുറകില് ചെറിയ മക്കൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ടൈപ്പ് സീറ്റ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 3.5 ലക്ഷം രൂപയ്ക്ക് 7 സീറ്റർ കാർ എന്നുള്ള കാര്യത്തിൽ ഒരു 3 ലക്ഷം ലോണും കിട്ടും. അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രീ ഓപ്ഷൻ ആണ് ചെയ്തിട്ടുണ്ടല്ലോ അഡീഷണലി. അതെ, നിസാന്റെ അലോയ്സ്. നിസാന്റെ ആണ്. നിസാനും ഡാറ്റ്സൺ, അതായത് നിങ്ങൾ സർവീസിന് പോയാൽ ഡാറ്റ്സൺ നിസാന്റെ എഞ്ചിനാണ്. 1.2 നിസാന്റെ എഞ്ചിൻ. ഇത് ശരിക്കും 1000 cc വരുന്നത്. എല്ലാം ഒരേ കമ്പനി തന്നെയാണ്. സർവീസിന് പോയാലും ഈ 2 ടൈപ്പ് ഇത് ചോദിക്കുന്നവർ പ്രത്യേകം ചോദിക്കും. 1000 cc ആണോ 1200 cc ആണോ? 1200 cc ആണ് നിസാൻ എഞ്ചിൻ വരുന്നത്. പിന്നെ 3.5 ലക്ഷം രൂപയ്ക്ക് 7 സീറ്റ് വണ്ടിയാണ്. അതൊരു സംഭവം തന്നെയാണ്. ലോണും 50,000 രൂപ ഇട്ടാലും വണ്ടി ഇറക്കാം. അതിൽ കുറച്ചിട്ടാലും വണ്ടി ഇറക്കാൻ പറ്റും. വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഏത് ടൈപ്പും ഇവിടെ ഉണ്ട്. ബെൻസാണ് അടുത്ത, B ക്ലാസ് ആണ്. KL 13 രജിസ്ട്രേഷൻ. B അല്ലേ? B ക്ലാസ് B180 2014 B180 1,12,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി, കണ്ണൂർ രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷത്തിന് B ക്ലാസ് 2014 B ക്ലാസ് ഒറിജിനൽ കേരള വണ്ടി. 9 ലക്ഷം രൂപ ചോദിക്കുന്നു. ഒരു 8 ലക്ഷം വരെ ലോണും കിട്ടും. 1 ലക്ഷം ഇറക്കാൻ പറ്റും. അതെ. ഇതിപ്പോ എത്ര ഓടി കിലോമീറ്റർ? ഇത് 1.12. ഇത് സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? സർവീസ് 70 വരെ കമ്പനിയാണ്. ബാക്കിയുള്ള കണ്ണൂർ ഈ പ്രീമിയം വർക്ക്ഷോപ്പ്. ഇതിപ്പോ ബെൻസ് എടുക്കുമ്പോ പലരും ഒരു യൂസ്ഡ് ബെൻസ് എടുക്കുമ്പോ എന്താ നോക്കുക? ഈ 180 200 ഒക്കെ ധൈര്യത്തിൽ എടുത്തോളൂ, ഒന്നും വരാനില്ല. സാധാരണ ഈ ക്രെറ്റയും ഇതൊക്കെ ഓടിക്കുന്ന മാതിരി തന്നെ വളരെ മെയിൻ്റനൻസ് കുറഞ്ഞ ചെറിയ ആൾക്കാർക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. അന്ന് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിയുടെ വില 34 ലക്ഷം രൂപയാണ് വണ്ടിക്ക് വില, B180ക്ക്. പിന്നെ 200 വന്ന സമയത്ത് 40 ലക്ഷം രൂപയായി. പിന്നെ എന്താ പറഞ്ഞാൽ ഗിയർ അറിയാലോ, കയ്യിലാണ് ഗിയർ വരിക. പിന്നെ മൈലേജ് ആണ് മെയിൻ. ഇതിന് 15ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും മൈലേജ്. പിന്നെ ചെറിയൊരു പ്രീമിയം കാർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ വണ്ടി ബെൻസ് എന്നുള്ള രീതിയിൽ. അതെ, നമുക്ക് സെഡാനങ്ങാട്ടി ഒന്നുകൂടി ഉഷാറായിട്ട് ഇരിക്കാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് പുറത്തുള്ള വർക്ക്ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം. A ക്ലാസും B ക്ലാസും ഒക്കെ നമുക്ക് പുറത്ത് സർവീസ് സെന്റർ ചെയ്താൽ ഒരു 13 രൂപ 14 രൂപയിൽ നിൽക്കും നമുക്ക്. ഇപ്പൊ നമ്മൾ തൊട്ട നൈബർ വണ്ടി തൊട്ടത് മാങ്കാല് കൊടുത്തിട്ട് 12,500 ആയിട്ടുള്ളൂ. എന്തായാലും എങ്ങനെ നോക്കിയാലും 25,000 കമ്പനി കയറിലാവും. അത് മിനിമം അതാണല്ലോ. അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ 9 ലക്ഷം 8 ലക്ഷം. അപ്പോൾ ഈ ചെറിയൊരു വണ്ടി, കേരള വണ്ടി പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടെ, ഒരു കൊടുക്കാം നമുക്ക്. അടുത്തൊരു എക്കോ സ്പോർട്ടാണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇത് 2016 മോഡൽ ടൈറ്റാനിയം ഡീസൽ. ടൈറ്റാനിയം ഡീസൽ വിത്ത് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്ന 1,10,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. കമ്പനി സർവീസ് ഏകദേശം ഒരു 80-90 കമ്പനി സർവീസ് പോയിട്ടുണ്ടാവുന്ന അതിന്റെ ഒരു ധാരണ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. നമ്മൾ ചോദിക്കുന്നത് 5.25 5,75,000 2016 ഡീസൽ ടൈറ്റാനിയം. നമുക്കൊരു 4.25 ഒരു 5 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ വീഡിയോ നിർത്തില്ല. ഇപ്പൊ ഇന്നത്തെ 18 രൂപ മൈലേജ് കിട്ടൂല. 18 എന്തായാലും കിട്ടും. 20 വരെ കിട്ടും എന്തായാലും. പിന്നെ 14 ശേഷമുള്ള എക്കോ സ്പോർട്ടിന് പൊതുവെ കംപ്ലൈന്റ് കുറവാണ്. ഈ 13, 14 ഫസ്റ്റ് ഇറങ്ങിയ വണ്ടികൾക്ക് ചെറിയ ഹീറ്റാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനുശേഷം വണ്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു കോമ്പാക്ട് SUV തന്നെ. അതേപോലെ ഇതിന് നമ്മുടെ കുറെ വണ്ടി കാണിക്കാണ്ട്, വീഡിയോ എത്ര കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പറയാന്ന് വെച്ചാൽ വാഗണറുകളുണ്ട്, ഓട്ടോമാറ്റിക് മാനുവൽ. അമ്മമാര് പോളോ പെട്രോൾ ഉണ്ട്, പോളോ ഡീസൽ ഉണ്ട്. പിന്നെ മഹീന്ദ്ര XUV ഒരു 2017 ഉണ്ട്, ചെറിയ ടച്ചപ്പ് ചെയ്യാൻ പറ്റുക. 2020 ബൊലേറോ ഉണ്ട്, 2014 B ക്ലാസ് ഉണ്ട്. അങ്ങനെ കുറെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്.
അപ്പോൾ 20,000 റുപ്യേൻ്റെ നാനോ വരെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഒന്നും ഇപ്പോൾ ഇത് കാണിക്കാൻ പറ്റില്ല വെച്ചാണ്. പിന്നെ 2018 ഇയോണ്, 2017 ഇയോണ്, പോളോകൾ, നിസാൻ മൈക്ര ഡീസൽ 2012 ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കൂടുതൽ എൻക്വയറിൻ്റെ വിളിച്ചോട്ടെ. ഒരുപാട് വണ്ടിയുണ്ട്. അപ്പോൾ ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ഉണ്ട്. എല്ലാം ഹോണ്ട അമേസ് ഡീസൽ ഉണ്ട്. എൻ്റെ ടൈപ്പുള്ള എൻ്റെ കയ്യിലുള്ള വരുന്നത് എൻ്റെ പെട്രോളാ അല്ല അതേ ടൈപ്പ് സാധനം 15 വണ്ടി 15 വണ്ടി SX എന്ന് വേരിയന്റ് SX ആണ് വേരിയന്റ് അതിനകത്ത് SL SX ഡയമണ്ട് കട്ട് അലോയൊക്കെ വരുന്ന ടൈപ്പ് അതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആൾക്കാർ വിളിച്ചോട്ടെ, ബാക്കിയുള്ള കൈകാര്യം ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ ആരെയും വണ്ടി എടുക്കാന്ന് വെച്ചാലും നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക, നമ്മളെ ഗ്യാരണ്ടി കാര്യങ്ങൾ പറയും, നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും സമാധാനമാണ്. തീർച്ചയായും അല്ല ഇതിനെ നമ്മുടെ ട്രസ്റ്റിൽ വരും. നമ്മുടെ ട്രസ്റ്റിൽ വരുമ്പോൾ റിട്ടേൺ കോൾ വരും. ഇവനാണ് ഒരാളും നമുക്ക് ഇങ്ങനെ തീർത്താൽ മതി. ഇവന് 4 ബാക്കിയും കോൾ കുടുങ്ങിക്കുമേ. പേഴ്സണലി ലാഭമില്ല, തലവേന മാത്രം ബാക്കി. തലവേദന ഒന്നുമില്ല. തലവേനല്ല വിളിച്ച് വിഷമം തലവേനല്ല അവരെന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞു. തലവേന ഉദ്ദേശിച്ച് അങ്ങനല്ല. അപ്പോൾ നിങ്ങൾ അല്ല, ഞാനും എല്ലാ വീഡിയോസിനും പറയുന്നതാണ്, നമ്മളെ ഇവരെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് വണ്ടിനൊക്കെ സിമ്പിളാണ്. മറ്റുള്ള ഒരു വണ്ടി നമ്പറോ RC ബുക്കോ അയച്ചു കൊടുത്താൽ ഹിസ്റ്ററി കിട്ടും. പിന്നെ ഹിസ്റ്ററി കിട്ടിയാലും ചിലത് ഹിസ്റ്ററി കയറാത്ത വണ്ടികളുണ്ടാവും. അപ്പം എന്തെങ്കിലും മെക്കാനിക്കിനോ കാണിക്കുക. പിന്നെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ന്യൂ കാറിന് തന്നെ പണി വരും. നമ്മൾ അത്യാവശ്യം മോഡൽ കൂടി വണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല പൊതുവെ എല്ലാവരും മോഡൽ കൂടി വണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടൊയോട്ട ഇന്നോവ നിങ്ങൾ ആരും കാണിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ സ്റ്റോറില്ല, എവിടെ വേണേലും പോവാ. ടൊയോട്ട വണ്ടി ഒന്നും പേടിക്കണ്ട. പിന്നെ മാരുതിയും എവിടെ ഞങ്ങൾ പേടിക്കണ്ട, എവിടെ പേടിക്കണ്ട ആവശ്യമില്ല. 3 ബ്രാൻഡ് എടുക്കണ്ട. ടൊയോട്ട ഹോണ്ട ധൈര്യത്തിൽ തന്നെ പോവാം. നമുക്ക് ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഏത് മെക്കാനിക്കിനെ കയറി കഴിഞ്ഞാൽ പണിയെടുത്ത് തരും. അതെ, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ് അത് 3. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ഓക്കെ ജംഷിക്ക, നന്ദി, ബൈ. കല്യാണം വിളിക്കാലോ? ആയില്ലല്ലോ, വിളിക്കൂലേ? വിളിക്കും, എന്തായാലും വിളിക്കും. ഓക്കെ, ബൈ.